ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് യുവർ TJ ബ്രോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോഡയുടെ കൈലാക്കിൻ്റെ ബേസ് വേരിയൻ്റായ ക്ലാസിക് വേണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനായ സിഗ്നേച്ചർ വേരിയൻറ്റ് വേണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ഡിസ്കഷൻ. സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജും നിങ്ങൾ ഒഴിവാക്കണമായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഇത് രണ്ടും ഇതിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് സ്കോഡയുടെ തന്നെ സ്ലാവി അവൈലബിൾ ആണ്, കുഷാക്ക് അവൈലബിൾ ആണ്, വോക്സ്വാഗൻ്റെ വിർട്യൂസ് അവൈലബിൾ ആണ്, ടൈഗോൺ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് സിഗ്നേച്ചർ പ്ലസും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്രസ്റ്റീജ് നിങ്ങൾ ഇതിന് ബഡ്ജറ്റ് ടൈറ്റ് ആയിട്ടുള്ളവർ ഇതിന് ഒഴിവാക്കണമായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് നമ്മുടെ സിഗ്നേച്ചർ പ്ലസും ആണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം ധാരാളമായിട്ടുള്ളത്. കാരണം ഈ ബേസ് വേരിയൻ്റ് ഓൾറെഡി ബുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ബുക്കിംഗ് എല്ലാം കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ യൂട്യൂബേഴ്സ് ഇനി അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബുക്കിംഗ് വരുന്നത് എപ്പോഴും ക്ലാസിക്കിലേക്കായിരിക്കും. സോ നിങ്ങൾ അതിൽ വീടേണ്ട, നിങ്ങൾക്ക് ക്ലാസിക് ആണ് വേണ്ടതെങ്കിൽ ക്ലാസിക് തന്നെ ബുക്ക് ചെയ്യുക, ഇപ്പോഴേ ബുക്ക് ചെയ്ത് തുടങ്ങുക. കാരണം ക്ലാസിക്കിൽ ആകെ 2 കുറവാണുള്ളൂ സിഗ്നേച്ചർ വേരിയന്റിന്റെ അപേക്ഷിച്ച് ക്ലാസിക്കിന് 2 ലക്ഷം കുറവുണ്ട്. എല്ലാ 2 ലക്ഷത്തിന്റെ ഡിഫറൻസിലാണ് ഇപ്പോൾ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ലാസിക് വേരിയന്റ് പ്ലസ് 2 lakhs കൊടുത്താൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ കിട്ടും. പക്ഷേ 2 lakhsന് ആകെ നമുക്ക് അതിനകത്ത് കുറവുള്ളത് റിയർ AC വെന്റ് ഇല്ല, ഓക്കെ, അലോയ് വീലില്ല. പിന്നെ ഈ അലോയ് വീല് 16 ഇഞ്ചാണ്. അതായത് സിഗ്നേച്ചർ പ്ലസിലും പ്രസ്റ്റീജിലും മാത്രം, ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള പ്രസ്റ്റീജിൽ മാത്രമാണ് 17 ഇഞ്ച് വീല് വരുന്നത്. ബാക്കി 2 വേരിയന്റിനും 16 ആണ്. അതുകൊണ്ട് തന്നെ ബേസ് വേരിയന്റിന് 16 ആണ്. ആകെ വ്യത്യാസമുള്ള അലോയ് വീലാണ്. നമ്മൾ ഈ ബേസ് വേരിയന്റ് എടുത്തിട്ട് നമുക്ക് സിഗ്നേച്ചറിന്റെ അലോയ് വീല് നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഓഡിയോ സിസ്റ്റം നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്യാം. ഈ അലോയ് വീലും ഓഡിയോ സിസ്റ്റവും ചെയ്താൽ തന്നെ നമുക്ക് വണ്ടി അതേപോലെ തന്നെ കൊണ്ടുനടക്കാം, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ അത് രണ്ടും എല്ലാം കൂടി 70,000 അടുത്ത് ആവുള്ളൂ ഈ 2 എക്സ്ട്രാ ആക്സസറീസ് ചെയ്യാൻ വേണ്ടി. പാർസൽ ട്രേഡ് ആവശ്യമില്ല നമുക്ക്. നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ നമുക്ക് ചെയ്തു തരാമെന്നുള്ളൂ. ഷോറൂമിൽ തന്നെ ചെയ്യാം, പാർസൽ ട്രേഡ് ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും പിന്നെ ഓൾറെഡി ഈ ഓഡിയോ സിസ്റ്റം മാത്രം വെച്ചാൽ മതി. ഓൾറെഡി സ്പീക്കേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വേറൊരു കുറവ് വണ്ടിക്കില്ല. നല്ലൊരു എഞ്ചിനാണ്. 941 കിട്ടാവുന്ന ഏറ്റവും നല്ല എഞ്ചിനാണത്. വേറെ ഏത് വണ്ടി കമ്പയർ ചെയ്തോ സ്കോഡയുടെ എഞ്ചിൻ കമ്പയർ. പിന്നെ മെയിൻ്റെനൻസിന് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അതിൻ്റെ ഒരു പാക്കേജ് എടുക്കുക. ആ പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 years നിങ്ങൾക്ക് അധികം കോസ്റ്റ് വന്നില്ല. പിന്നെ നിലവിൽ കോസ്റ്റ് ഉണ്ടാന്ന് ചോദിച്ചാൽ മാരുതിനെ അപേക്ഷിച്ച് കോസ്റ്റ് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഉണ്ട്. ഒരു 2000 ഡിഫറൻസ് ഉണ്ടാവും. 10,000 kilometers ആണ് അതിന് സർവീസ് വരുന്നത്. അപ്പോൾ 2000 വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കിട്ടുന്ന ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മച്ച് ബെറ്റർ ദാൻ മാരുതി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് 941 വേറൊരു വണ്ടിയും അവൈലബിൾ അല്ല ഈ ടർബോ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടർബോ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഏത് വേരിയൻ്റെ താല്പര്യം, ബേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക. നിങ്ങൾ സിഗ്നേച്ചറിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്തായാലും ഷോറൂമിൽ ചെന്നൊന്ന് ബേസ് വേരിയൻ്റ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ സ്റ്റിയറിംഗിൽ നിങ്ങൾ ഗ്ലോസി ഫിനിഷ് കിട്ടില്ല. സിഗ്നേച്ചർ പ്ലസിലും സ്റ്റിയറിംഗിൽ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അതിന് കൺട്രോൾസ് ഉണ്ട്. ഈ ബേസ് വേരിയൻ്റ് അത് ഉണ്ടാവില്ല, ഈ കൺട്രോൾസിൻ്റെ ആവശ്യമില്ല ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ സ്റ്റിയറിംഗിൽ തന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അവൈലബിൾ ആണ്. പിന്നെ ഈ സിഗ്നേച്ചറിലും ക്ലാസിക്കിലും സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. സോ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ളത് എപ്പോഴും ക്ലാസിക് തന്നെയാണ്. പിന്നെ പ്രൊമോട്ട് ചെയ്യണത് എപ്പോഴും സിഗ്നേച്ചർ പ്ലസ് ആണ് അവർ പ്രൊമോട്ട് ചെയ്യണം. കാരണം ക്ലാസിക്കിലേക്ക് ബുക്കിംഗ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യണം. സോ നിങ്ങൾ നോക്കാം, നിങ്ങൾ തീരുമാനം എടുക്കുക, ഷോറൂമിൽ ചെന്ന് കാണാം, നല്ലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.